ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഭാഗ്യ പാറു. അത്ര സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത്. ഞാൻ മാംഗ്ലൂരായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ മാംഗ്ലൂരായിരുന്നു. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്നു. 31st ഞാൻ വീട്ടിൽ വന്നത്. വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ്. ഞാൻ വന്ന ടൈമിൽ വെള്ളമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് ഞാൻ പോയിട്ട് അവിടെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ തിരിച്ച് പുറത്തെവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ അത്ര വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അന്നേരം ചേച്ചിയും ചേട്ടനും നമ്മുടെ കൂടെ വന്നായിരുന്നു, നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇടിയും മിന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് അന്നേരം വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഗൈസ് ഇത്. നിങ്ങൾക്ക് കാണാമല്ലോ, മുട്ടിൻ്റെ അവിടം വരെ എത്താനായിട്ടുണ്ട്. നല്ല രീതിക്ക് വെള്ളം കയറി. നമ്മുടെ ഫുള്ള് കട, നമ്മൾ ഹോട്ടലിന് പണിഞ്ഞ ആ സ്ഥലങ്ങൾ മൊത്തം ഫുള്ള് കേടായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ മഴ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എന്തായാലും ഒബ്വിയസ്ലി വെള്ളം കയറുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേടിയും കൊണ്ട് ഞങ്ങൾ അന്ന് രാത്രി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ കിടന്നതും. അമ്മ 2-3-4 ദിവസം കൊണ്ടേ അവിടെ തന്നെയാണ്. ഇതുപോലെ തന്നെ മഴയും വെള്ളമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അമ്മ അവിടെ തന്നെ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ആ വീടൊക്കെ പൂട്ടി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് ഒന്നും അറിയത്തില്ല. ഫുള്ള് ബ്ലാങ്കാണ്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം നേരിടുന്നത്. എന്താ പറയുക, ഇതിന് മുന്നേ പ്രളയം വന്നപ്പോൾ ഒന്നും നമ്മൾ അനുഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു മഴ കാരണം എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല ഗൈസ്. മൊത്തത്തിൽ നമ്മൾ ആകെ പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, വെട്ടവും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും കുറച്ച് ഇതുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ടിലുള്ള കാണയാണിത്. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞേക്കാണ്. ഈ വേസ്റ്റ് എല്ലാം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റുന്നില്ല. തോടാണെങ്കിലും ഇന്നിപ്പോൾ അന്ന് പെയ്ത ആ മഴയുടെ അത്ര എന്താ പറയുക, മഴ പെയ്തേണ്ടത് കൊണ്ട് തോട് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ ലെവൽ കുറച്ചും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ലെവൽ നിന്നേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും വെള്ളമുണ്ട്. ഗേറ്റിൻ്റെ അവിടെ, അവരുടെ വീടെന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് നടക്കണം വീടിൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ ആ സ്ഥലം മൊത്തം നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഗൈസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിക്കാമല്ലോ വിചാരിച്ചിട്ട്. സോ അങ്ങനെ ഞങ്ങൾ രാവിലെ എന്താ പറയുക, അവിടെ രാത്രിയിൽ കിടന്നു. രാവിലെ എണ്ണീറ്റപ്പോഴത്തേക്ക് വെള്ളം ഫുള്ള് കുറഞ്ഞു. കാരണം രാത്രിയിൽ മഴ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ എന്താ പറയുക, വെള്ളമെല്ലാം അങ്ങ് പോയി. കാണയിലൊക്കെ വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. തോടും വലിയ സീനൊന്നുമില്ല, റോഡൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ എന്താ പറയുക വീട്ടിൽ വെള്ളം കയറിയിട്ട് രാത്രി പോയായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോവുക. ഇവിടുത്തെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ എന്താവുമെന്ന് അറിയത്തില്ല കേട്ടോ. പരിചയമുള്ള ആൾക്കാരെ കണ്ടപ്പോൾ പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ പക്ഷേ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. അടുക്കളയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമിലൊന്നും അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. ഇനി അത് കഴിഞ്ഞ് മഴ പെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നത്തെ വീഡിയോ, ഞാനിപ്പോഴാണ് നാട്ടിൽ വന്നത്, ഇന്നലെയാണ് വന്നത്. അപ്പോൾ 2 ദിവസം മുന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ ആഡാക്കാം, നിങ്ങൾ അത് പോയി കാണുക. ഇതിന് മുന്നേ പ്രളയം വന്നപ്പോൾ പോലും നമ്മളിതൊന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴയല്ല കേട്ടോ, നല്ല മഴ പെയ്തിട്ടാണ്. പിന്നെ ഇവിടെ പാലം പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ബണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോകാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഈ സൈഡിൽ ഇവിടുത്തെ സൈഡിൽ ഇതാണ്, ഇതിൻ്റെ സൈഡിൽ ഫുള്ളതാണ്. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് വെള്ളം പോകാനായിട്ട് തീരെ സ്ഥലമില്ല. അതാ നോക്ക്, അടഞ്ഞു കിടക്കുക. ഫുള്ള് ഇവിടെ മൊത്തം വേസ്റ്റാണ്. അപ്പോൾ ഇതിട്ടിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പോകാനൊന്നും സ്ഥലമില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്നലെ വന്നെല്ലാം കോരിയെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്നലെ വന്ന് കോരി എന്നൊക്കെ പറയുന്നു. എന്നാലും പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വെള്ളം പോകാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ 2 ദിവസം മുന്നത്തെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട് എങ്ങനെയായി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ കൂടെ ഇതാ വീടിൻ്റെ പുറത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇതാണ് ആ 2-3 ദിവസത്തെ മുന്നത്തെ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇവരുടെ വീട്ടിൽ തന്നെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് എന്താ പറയേണ്ടതെന്നൊരു പിടിയില്ല. ഫുള്ള് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ അങ്കിൾ പിടിച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്കിൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റിയും നല്ല രീതിയിൽ ഷെയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതാ മഴയുടെ ആ ഒരു അവസ്ഥ കാരണം നമ്മൾ കുത്തി വെച്ചിരുന്ന നമ്മുടെ ബോർഡ് വരെ ആ കാറ്റത്തൊക്കെ ഇടിഞ്ഞ് താഴെ വീണ് മൊത്തത്തിൽ സീനായിരുന്നു. അപ്പോൾ ഇതാണ് 2-3 ദിവസത്തെ മുന്നത്തെ എൻ്റെ വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പെല്ലാം കവിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അകത്ത് വരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല രീതിക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി വരെയൊക്കെ ഉള്ളൂ വെള്ളം നിൽക്കുന്നത്, എന്നാലും വെള്ളം കയറിയിട്ടുണ്ട്. അമ്മ ഒരാളാണ് ഈ എന്താ പറയുക വീടിൽ അവിടെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മുകളിൽ കയറ്റി വെക്കുന്നതും എല്ലാം. നമ്മുടെ ഉള്ളിലെ റൂമാണിത്, നമ്മുടെ പൂച്ചയുടെ മുറിയാണ്. ഫുള്ള് വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. എൻ്റെ പൂച്ച അതിൻ്റെ അകത്ത് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അങ്കിളിനെ കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കും എവിടെയോ കയറി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മഴയൊക്കെ ഭയങ്കര പേടി. എൻ്റെ അമ്മേനെ കണക്കുള്ളൊരു ടൈപ്പാണ് സാധനം. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫ്രിഡ്ജൊന്നും നമ്മുടെ കേടായിട്ടില്ല. ഫ്രിഡ്ജും ആ ഒരു ഫ്രിഡ്ജിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. അതും പൊക്കത്തോട്ടൊന്നും വെക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക കട്ടിലിൻ്റെ മുകളിൽ വേറെ നമുക്കൊരു തട്ടുപടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് മുകളിൽ വെച്ചു. കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ടിലിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് കേട്ടോ. അമ്മയാണ് ഇത് ഫുള്ള് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2 ദിവസം എന്താ പറയുക 2-3-4 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് അനുഭവിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ അനുഭവിക്കേണ്ട വന്നിട്ടില്ല. അങ്കിളിൻ്റെ ആരുടെയും വീട്ടിലാണ് അമ്മ നിന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കച്ചവടമൊക്കെ മൊത്തത്തിൽ പോയി, നമ്മുടെ വീടും നശിച്ചു. ഫുള്ളാകെ സീനാണ്, മൊത്തത്തിൽ സീനാണ്. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ആയിട്ടുള്ളൂ. ഈ മഴ തന്നെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ടാണ് നല്ല രീതിക്ക് തോടും എല്ലാം പൊങ്ങി ഫുള്ള് റോഡ് ഏതാ തോടേതാ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് ആലപ്പുഴയിൽ വന്നിട്ടുണ്ടായിരുന്നു, നിവ്യ. അപ്പോൾ ഓളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴൊക്കെ വണ്ടി ഉന്തിത്തള്ളിയാണ് പോയെന്നാണ് അവൾ പറഞ്ഞത്. അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക ന്യൂസ് 18 വന്നിട്ട് ചാനലിൽ നല്ല രീതിയിൽ എന്താ പറയുക കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. അമ്മയൊക്കെ അതിനകത്ത് ആ ന്യൂസിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. എന്താ പറയുക ഭയങ്കര രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടു ഈ ഒരു 2-3-4-5 ദിവസം കൊണ്ട്. ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഞാൻ വന്നു കഴിഞ്ഞിട്ടിപ്പോൾ അന്ന് ഒരു ദിവസം പെയ്താണ്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഇതുവരെ കുഴപ്പമില്ല. ഇനി എങ്ങനെ പ്രഡിക്റ്റബിൾ അല്ല ഒരു കാര്യവും. നമ്മുടെ ഈ വെതറിനെ പറ്റി ഒരു കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. വീടിൻ്റെ സൈഡിലൊക്കെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം പിന്നെയും കുറച്ച് വെള്ളം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അമ്മ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരത്തെ മുന്നേ കണ്ടല്ലോ നിങ്ങൾ ആ വീഡിയോ, ആ ഒരു വെള്ളം കഴിഞ്ഞ ശേഷമാണ്, വെള്ളമെല്ലാം പോയതിന് ശേഷം അമ്മ നല്ല രീതിക്ക് ഫുള്ള് വൃത്തിയാക്കി ഇട്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മൊത്തത്തിൽ സിനിമ എൻ്റെ പൂച്ചയൊക്കെ പാവം അതിന് വിശന്നിട്ട് വരുന്നുണ്ട്. അതൊക്കെ രാത്രിയിൽ എവിടെയാണോ എന്തോ കിടന്ന് ഒന്നും ഒരു പിടിയുമില്ല. അങ്ങോട്ടൊക്കെ കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ട്. ചെളിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫുൾ. ഇനിയിപ്പോൾ അമ്മ ഒന്നാതെ തൊട്ട് തുടങ്ങണം. ഞാൻ പിന്നെ പണ്ടേ ജോലി ചെയ്യാത്ത ഒരാളാണെന്നറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വെള്ളം കയറിയില്ല. ഉള്ളിൽ വെള്ളം കയറിയിരുന്നെങ്കിൽ ഞാനും കൂടെ പണിയെടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഫ്രണ്ട് മാത്രമായതുകൊണ്ട് അമ്മ മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ വീടിനുള്ളിൽ എന്തോ ഭാഗ്യത്തിന് ഇന്നലെ രാത്രിയിൽ മഴ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ റൂമിലൊന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. പക്ഷെ ഇന്നലെ അടുക്കളയിൽ വെള്ളം കയറി. കാരണം അടുക്കള കുറച്ച് താന്നിട്ടുള്ള ഇതായതുകൊണ്ട് വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം വെള്ളമില്ല, വെള്ളം താന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കയറിയിട്ടില്ല. പിന്നെ എന്താ പറയുക ഭിത്തിയിൽ ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെനഞ്ഞാന്ന് വെള്ളം കയറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അമ്മ തൂത്ത് വൃത്തിയാക്കുകയൊക്കെ ചെയ്തതാണ്. ഇന്നലെ ഞാൻ വരുന്നു എന്നും കൂടെ അറിഞ്ഞതുകൊണ്ട് ഇവിടെ ഫുള്ള് വൃത്തിയാക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. പക്ഷെ എന്തോ അകത്ത് ഇവിടെ റൂമിൽ വെള്ളം കയറാത്തത് കൊണ്ട് ഭാഗ്യം. പക്ഷെ എന്നാലും നമുക്ക് ഇന്നുള്ളൊരു പേടിയായിപ്പോയി. കാരണം രാത്രിയിൽ പിന്നെയും ഇതേപോലെ തന്നെ പോകേണ്ട വന്നാലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ അതന്നെ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനെയായിരിക്കും വൃത്തിയാക്കി എടുത്തതെന്ന്. പക്ഷെ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നും ഇല്ല. എന്നാലും ഫസ്റ്റ് ടൈമാണ് ഞാനില്ലായിരുന്നു, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ വെള്ളം, തീ, ആൾക്കൂട്ടങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞാൻ നേരത്തെയും വന്നത്. എന്തോ ഭാഗ്യം ഇന്ന് അധികം അങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ
എല്ലാവരും സൂക്ഷിച്ച് ഇരിക്കുക വീട്ടിൽ. എന്താ പറയുക, നമ്മുടെ ഇപ്പം റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് പ്രളയം വന്നപ്പോൾ പോലും നമ്മളൊന്നും ഒരു രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ എന്താ ആൾക്കാർ ഫീൽ ചെയ്ത് അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരു ചെറിയ വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ഇല്ലായിരുന്നു, വീട്ടിനകത്ത് വെള്ളം കയറി, നമ്മുടെ ഉരുപ്പൂറ്റി അവിടം വരെയൊക്കെയാണ് കയറിയത്. എന്നാലും നമുക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇതിനേക്കാൾ സഹിച്ച് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നും അറിയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മഴയൊക്കെയാണ്, മഴ വന്നപ്പോൾ നമുക്ക് വെയിൽ മതിയെന്നായി. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. വെയിലുള്ളപ്പോൾ മഴ വേണം, മഴ ഉള്ളപ്പോൾ വെയിൽ വേണം. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, മഴ പെയ്യാനുള്ളത് പെയ്യും. അപ്പോൾ സേഫായിട്ട് എല്ലാവരും ഇരിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിവിടെ വന്നിട്ട് 5 വർഷമായി ഈ വീട്ടിൽ. നമ്മളിവിടെ വന്നിട്ട് 5 വർഷമായിട്ടോ. നമ്മൾ റെന്റിനാണ് താമസിക്കുന്നത്. നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ 5 വർഷത്തിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇത് നമ്മുടെ ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ തോടുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഇങ്ങനെ പൊങ്ങും, എന്നാലും റോഡിൻ്റെ ലെവൽ വരെ ഇന്നേ വരെ വെള്ളം കയറിയിട്ടില്ല. ഇത്തവണ റോഡും കഴിഞ്ഞ് വെള്ളം. പല വീഡിയോസ്, ആലപ്പുഴയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാനും കണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് ആൾക്കാരെ കിട്ടി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ റോഡിൻ്റെ ലെവൽ വരെ നിന്നിട്ടുണ്ട്, റോഡിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. സുനാമി ഓടി. ഞാൻ ഇപ്പോഴത്തെ കഥയെ പറയുന്നു. നമ്മളിവിടെ വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ മഴ റോഡും കവിഞ്ഞ് നല്ലോണം രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്, ഇവിടെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട് നിവ്യ, ഞാൻ പറഞ്ഞില്ല, അവൾ നേരത്തെ വന്നു. അപ്പോൾ ഓളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോയത്. വണ്ടി ഉരുട്ടിക്കൊണ്ടാണ് പോയത്, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പോൾ ഈ മഴയിൽ ഈ അവസ്ഥയാണ്. ഈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ല, ഒരു പിടിയില്ല. ഇവിടെ കുറേ ഉണ്ട് കാണ വൃത്തിയാക്കാനുണ്ട്. നമ്മുടെ 2 സൈഡും, ഫ്രണ്ടിൽ തോടും ഉണ്ട്, നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട്. അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇപ്പം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അവിടെ. എന്നാലും ഇനിയുണ്ട്, കുറച്ചും കൂടെ ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമായിരിക്കും അവർ. എല്ലാം ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ 4-5 ദിവസമായിട്ട് നമുക്ക് ഹോട്ടൽ നടത്താൻ പറ്റില്ല. കാരണം മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഓൾറെഡി കച്ചവടം കുറയുന്നുണ്ട്. ബിക്കോസ് നമ്മൾ എങ്ങനെയെങ്കിലും വീടെത്താനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെച്ച് ഫുഡ് കൊടുക്കാനും പറ്റൂല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്ത് വെച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. 5 ദിവസം കൊണ്ട് എന്നാലും എനിക്കത് പേഴ്സണലി അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, അകത്തിങ്ങനെ അവിടുത്തെ ഫുഡ് കൊടുക്കണം. പിന്നെ നമുക്ക് വെള്ളം കഴിച്ചൊക്കെ പോകണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 5 ദിവസം അകത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഇത്ര പറയാനുള്ള. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, അതിക്കുള്ളൊന്നും പറയാനില്ല. പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്താ പറയുക, രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. നല്ല ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വണ്ടിയിൽ പോകുന്നവരൊക്കെ സൂക്ഷിക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് പറയാൻ. ഇനിയും വെള്ളം കയറുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നടന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്കറിയാം ഇത് വലിയൊരു സംഭവം ആണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലും വലിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ചെറുതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ചെറുതൊന്നും അല്ല ഗൈസ്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അമ്മയാണ് ഫുള്ള് സാധനങ്ങളെല്ലാം എടുത്ത് മുകളിൽ. ചേട്ടനും വരാൻ പറ്റുന്നില്ല. ഏട്ടൻ എറണാകുളത്താണ് ഉള്ളത്. അവിടുത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഫുള്ള് ആകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥ ഗൈസ് ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.